DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ജൂലൈ 1-ാം തീയതി മുതൽ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഈ മാറ്റങ്ങൾ ഏതൊക്കെയെന്നാണ് ഈ വീഡിയോ വഴി വിശദമാക്കുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തേത് 2026 ജൂലൈ 1 മുതൽ രാജ്യത്ത് പാസ്പോർട്ട് നിരക്കുകളിൽ വലിയ വർധനവാണ് വന്നിരിക്കുന്നത്. നിലവിൽ 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് 1500 രൂപയായിരുന്നത് ഇനി മുതൽ 2500 രൂപയായി ഉയരും. കൂടാതെ 60 പേജുള്ള പാസ്പോർട്ടിന്റെ ഫീസ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തത്കാൽ സംവിധാനം വഴി പാസ്പോർട്ട് അപേക്ഷിക്കുന്നവർക്ക് 36 പേജിന് 5000 രൂപയും 60 പേജിന് 6000 രൂപയുമാണ് പുതിയ നിരക്ക്. അടുത്ത മാറ്റം ട്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. ട്രെയിൻ യാത്രക്കാരുമായി ബന്ധപ്പെട്ട് റെയിൽവേ വകുപ്പ് പുതിയ ചില കർശന നടപടികൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് ഈടാക്കുന്ന കുറഞ്ഞ പിഴത്തുക 250 രൂപയിൽ നിന്നും 500 രൂപയായി ഉയർത്തി. ഇതിനു പുറമെ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് 2500 രൂപ വരെ പിഴ ഈടാക്കും. മറ്റൊരാളുടെ പേരിലുള്ള ടിക്കറ്റിൽ യാത്ര ചെയ്യുക, ട്രെയിനിൽ വെച്ച് ബഹളമുണ്ടാക്കുക, നിയമവിരുദ്ധമായി സാധനങ്ങൾ വിൽക്കുക എന്നിവയും കനത്ത പിഴയ്ക്ക് കാരണമാകും. അടുത്ത മാറ്റം തൊഴിലുറപ്പ് പദ്ധതിയിലാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി പദ്ധതി ഇന്നു മുതൽ രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒടുവിൽ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം ഇത് കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായി മാറും. പദ്ധതിയുടെ ആകെ ചിലവിന്റെ 40% വിഹിതം ഇനി മുതൽ സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടി വരും. ഈ പുതിയ പദ്ധതിയിലൂടെ വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ കേന്ദ്രം ഉറപ്പു നൽകുന്നുണ്ട്. അടുത്തത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോക്താവിനുണ്ടായ ധനനഷ്ടം പരിഗണിച്ച് റിസർവ് ബാങ്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാന് ഇന്നു മുതൽ 30 ലക്ഷം രൂപ വരെ പിഴ വിധിക്കാൻ അധികാരം ലഭിക്കും. നിലവിൽ 20 ലക്ഷം രൂപ വരെയായിരുന്നു പരിധി. ഇതിനു പുറമെ സമയനഷ്ടം, മാനസിക ക്ലേശം തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്ത് ഇനി 3 ലക്ഷം രൂപ വരെയും വിധിക്കാം. നിലവിൽ 1 ലക്ഷം രൂപ വരെയായിരുന്നു ഇത്. അടുത്തത് ഗ്യാസ് വിലയിലെ മാറ്റമാണ്. ജൂലൈ 1 മുതൽ വാണിജ്യാവശ്യങ്ങൾക്കുള്ള 19 കിലോ LPG സിലിണ്ടറിന്റെ വിലയിൽ 180 രൂപയുടെ കുറവ് വരുത്തിയിരിക്കുകയാണ് എണ്ണ വിതരണ കമ്പനികൾ. ഇതോടെ സിലിണ്ടർ വില 2951 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഇടിഞ്ഞതാണ് ഇതിന് കാരണം. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. അടുത്തത് ആധാറുമായി ബന്ധപ്പെട്ടതാണ്. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇമെയിൽ ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പിലൂടെ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ആധാർ ആപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാകുക. അടുത്ത അറിയിപ്പ്, ഇന്നു മുതൽ രാജ്യത്ത് പുതിയ ജനസംഖ്യാ കണക്കെടുപ്പ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ വിപുലമായ പ്രക്രിയയുടെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ജൂലൈ 30 വരെ നീണ്ടു നിൽക്കുന്ന ഈ 1-ാം ഘട്ടത്തിൽ പ്രധാനമായും വീടുകളെയും അവിടെ ലഭ്യമായ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത്. ഇതിനായി 34 ചോദ്യങ്ങൾ അടങ്ങിയ പ്രത്യേക ചോദ്യാവലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ 2-ാം ഘട്ടമായ യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.